രക്ഷപ്പെട്ടോ? നല്ല സിനിമയായിരുന്നു. നല്ല ഒരു കഥ ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു കഥയായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നല്ല അഭിനയമായിരുന്നു. ഇഷ്ടമായി. ഇത്ര കാലമായിട്ടും ആളെ നേരിട്ട് കാണാനും കൂടി പറ്റിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. നല്ല സിനിമ. കണ്ണ് നിറഞ്ഞ് പാവം തോന്നി, സങ്കടമായി പോയി. അടിപൊളിയായിരുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. ഇന്ദ്രൻ ചേട്ടന് ചെയ്യാൻ പറ്റിയ നല്ലൊരു കഥാപാത്രമാണ് ഇന്ദ്രൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. നല്ലൊരു കഥ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ്. കൊള്ളാം. നല്ലൊരു മൂവിയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാനും ജീവിതത്തിൻ്റെ കുറേ അനുഭവങ്ങൾ, അതായത് സത്യം പറയേണ്ടടുത്ത് സത്യം തന്നെ പറയണം എന്നുള്ളത്, മറ്റുള്ളവരാരെയും നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഇത് നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂവി കണ്ടതിന് ശേഷം കുറേ പാഠങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുണ്ട്. ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന മൂവി തന്നെയാണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് കാണേണ്ടതെന്ന് എനിക്കൊരു അഭിപ്രായമാണ്. കാരണം നമ്മൾ ജീവിതം പഠിക്കണമെങ്കിൽ ഇതുപോലത്തെ കുറേ മൂവീസ് കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് അടുത്തറിയാൻ പറ്റുള്ളൂ എന്ന് കരുതിയാണ് ഞാൻ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇന്ന് രാവിലെ ജസ്റ്റ് ഞാൻ സാധാരണ രീതിയിൽ മൂവീസ് നോക്കിയിട്ടാണ് ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പേ ബുക്ക് ചെയ്യും. ബട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു ഇത് നോക്കിയപ്പോഴത്തേക്കും റിവ്യൂ കണ്ടപ്പം ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മൂവിയാണ്, നിങ്ങൾ കുറേ ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ട്, ഓപ്പണായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാവിലെയാണ് ഞാൻ ഇവിടേക്ക് ബുക്ക് ചെയ്തത്, ന്യൂ തിയേറ്ററിൽ. അതും ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു മുരളി ഗോപി സ്കോർ ചെയ്തു എങ്കിലും ഇന്ദ്രൻ ചേട്ടൻ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു. എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് അറിയാവുന്ന ആൾക്കാരല്ല ഇതിൽ അഭിനയിച്ചത്. എന്നിട്ട് പോലും സെലിബ്രിറ്റീസ് ആരും അങ്ങനെ അധികമായിട്ട് തോന്നുന്നില്ല. എങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് പൂർണ്ണമായിട്ടും പറയാം. എനിക്ക് ഒരു 99% ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് കോമഡി കുറച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഞങ്ങളിങ്ങനെ അടുത്ത് എന്താണെന്നുള്ളത് എന്ത് പറയുക, അടുത്ത് എന്താണെന്നുള്ളത് കാണാൻ പോകുന്നതെന്നുള്ളത് ഭയങ്കരമായിട്ടും ഇത് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഓരോരുത്തർ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ ഒരു ഇന്ദ്രൻ ചേട്ടൻ തന്നെയാണ് കേട്ടോ. പണ്ടത്തെ കോമഡി ആർട്ടിസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ക ഒരു അച്ഛൻ്റെ റോള് ചെയ്യാൻ പറ്റിയൊരു ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ തന്നെയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇനിയും നല്ലൊരു മികച്ച കുറേ വേഷങ്ങൾ കിട്ടും. അതായത് ഇനിയുള്ള തലമുറയ്ക്ക് കാണിക്കാൻ പറ്റുന്ന കുറേ വേഷങ്ങൾ ഇന്ദ്രൻ ചേട്ടൻ കൈകാര്യം ചെയ്യുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് പറയുകയാണ്. കണ്ടല്ല എനിക്കൊരു വിങ്ങലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇന്ദ്രൻ ചേട്ടനെ ആ ഒരു തെറ്റൊന്നും ചെയ്തിട്ട് പോലും ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു കൃഷിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു 9 വയസ്സായ കുട്ടിയാണ് എന്നോടൊപ്പം ഉണ്ടായത്. കുഞ്ഞ് തന്നെ എന്നോട് ചോദിക്കുകയായിരുന്നു, ഇനി എന്തിനാ ഒന്നും തെറ്റും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയെ പറഞ്ഞുകൂടെ? സത്യം അല്ലേ? നമ്മൾ പറയേണ്ട സമയത്ത് പറയണം. ആരാണെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ആരും പറയാനുണ്ടാവില്ല. നമ്മളെ വേദനകളും ദുഃഖങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓപ്പണായാൽ മാത്രമേ ഇതിൽ നിന്ന് നല്ലൊരു മോചനം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടു.
സൂപ്പറാണ്.